ക്ഷേമാശ്വാസ പദ്ധതികളില്ലാതെ നികുതി വരുമാനം ലക്ഷ്യമിട്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടിയില്ല, ഭൂനികുതി കുത്തനെ കൂട്ടി, ഇലക്ട്രിക് കാറുകളുടെ നികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ചു. പ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം കേരളം അതിജീവിച്ചെന്ന് ധനമന്ത്രി. ബജറ്റ് പ്രസംഗത്തിനിടെ ഉടനീളം കേന്ദ്രത്തിന് വിമർശനം. സമാനതകളില്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കേരളം കടന്നുപോകുമ്പോഴാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. പ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം അതിജീവിച്ചുവെന്ന് ബജറ്റ് അവതരണത്തിന് തൊട്ടുമുമ്പ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിട്ടപ്പോൾ ജനക്ഷേമ പദ്ധതികൾ വാരിക്കോരിയുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായി. കേരളം ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിലും ധനമന്ത്രി സന്തോഷം പങ്കുവച്ചു. എന്നാൽ വൻകിട പ്രഖ്യാപനങ്ങളോ സാമൂഹ്യക്ഷേമ പദ്ധതികളോ ഒന്നും കാര്യമായി ഉൾപ്പെടുത്താത്ത ബജറ്റായിരുന്നു 2.5 മണിക്കൂർ കൊണ്ട് ധനമന്ത്രി വായിച്ചവസാനിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. വയനാട് പുനരധിവാസവും വിഴിഞ്ഞം പദ്ധതിക്കായി പ്രത്യേക സഹായവും കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും സംസ്ഥാന ബജറ്റിൽ തുക മാറ്റിയിട്ടുണ്ട്. പ്രതിസന്ധി അതിജീവിക്കാൻ തനത് നികുതി വരുമാനം കൂട്ടാൻ മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ. ഭൂനികുതി 50% കുത്തനെ കൂട്ടി, ഇലക്ട്രിക് കാറുകളുടെ നികുതിയും വർദ്ധിപ്പിച്ചു. 15 ലക്ഷത്തിനു മുകളിലുള്ള വാഹനങ്ങൾക്ക് 8%, 20 ലക്ഷത്തിനു മുകളിലുള്ളവയ്ക്ക് 10% വർധന. വിവിധതരം കോടതി ഫീസിലും വർധനയുണ്ട്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള ഭൂനികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. 4 ചക്രങ്ങളുള്ള സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒറ്റത്തവണ നികുതി അവയുടെ വിലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് താഴെ പറയുന്നവരും പുനർനിശ്ചയിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, മത്സ്യമേഖല, വനം, വന്യജീവി, പൊതുമേഖല, വ്യവസായം, ടൂറിസം, പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം തുടങ്ങിയ എല്ലാ മേഖലകളിലും നിശ്ചിത തുക മാറ്റിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഓരോ ഘട്ടത്തിലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്തു. വയനാട്, വിഴിഞ്ഞം തുടങ്ങിയ എല്ലാ മേഖലകളിലും കേന്ദ്ര അവഗണന ധനമന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.